ചേർപ്പ് CNN ബോയ്സ് ഹൈസ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന വിഷയത്തിൽ പാലാ സെന്റ് തോമസ് കോളേജ് ബിരുദ വിദ്യാർത്ഥിയായ ഗായത്രി KP ക്ലാസ് നയിച്ചു. ചേർപ്പ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഷാജു MS ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനാധ്യാപിക രജനി PM അധ്യക്ഷത വഹിച്ചു. പോലീസ് ഉദ്യോഗസ്ഥനായ ജയചന്ദ്രൻ, വിമുക്തി ക്ലബ് കോർഡിനേറ്റർ PS റോഷ് മാസ്റ്റർ എന്നിവർ ആശംസകൾ പറഞ്ഞു. വിവിധതരം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മനുഷ്യ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ഗായത്രി KP സംസാരിച്ചു. ലഹരി പദാർത്ഥങ്ങൾ മനുഷ്യ ശരീരത്തിലുണ്ടാക്കുന്ന ഹ്രസ്വകാല, ദീർഘകാല ഫലങ്ങൾ എന്തൊക്കെയെന്നും ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തപ്പെട്ടത്. മറ്റു മോശപ്പെട്ട രീതിയിലുള്ള ലഹരി മനസ്സിലായോ? എന്തിനെ കുറിച്ചായിരുന്നു? നാർക്കോട്ടിക് ഡ്രഗ്സ് അല്ലേ? അതൊക്കെ മനസ്സിലായോ കാര്യങ്ങൾ? അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ, അതുപോലുള്ള മറ്റ് മരുന്നുകളായാലും ചിലതിലൊക്കെ നമുക്കറിയാം വളരെയധികം അല്ലെ നമ്മളെ ബാധിക്കുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ആരോഗ്യത്തെയൊക്കെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലുള്ള പലതും അടങ്ങിയിട്ടുണ്ട്. സാറന്മാരൊക്കെ പറഞ്ഞു നമ്മുടെ ജീവിതം, നമുക്ക് കിട്ടിയ ജീവിതം PTSD പോലത്തെ ട്രോമാസ് ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാർ അതിന്റെ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഒരു ചെറിയ അളവിൽ മെഡിക്കേറ്റഡ് ആയിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന അളവിൽ നമ്മൾ കൊടുക്കുന്നതാണ് ഡിപ്രസൻസ്. പക്ഷെ ഇതും അധികമായിട്ട് ഉപയോഗിച്ചാൽ ഒരു പ്രശ്നമില്ലാത്ത ആൾ ഉപയോഗിച്ചാൽ അടിപൊളി. അടുത്ത സാധനമാണ് സ്റ്റിമുലൻസ്. നമ്മുടെ ഡ്രഗ് ടൈപ്പിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒന്നാണ് സ്റ്റിമുലൻസ്. ഈ ഡ്രഗ് ഉപയോഗിക്കണതിനാ സന്തോഷം കിട്ടാന്നൊക്കെ എല്ലാവരും പറയാം. എൻ്റെ വീട്ടിൽ കുറെ പ്രശ്നങ്ങളാണ്, എനിക്ക് കൂട്ടുകാരില്ല, എനിക്ക് ഹാപ്പിനെസ് ഇല്ല, ഇന്ന് ഒന്ന് കുത്തിവെച്ചേ. അപ്പൊ സ്റ്റിമുലൻസ് എന്താ ഉപയോഗിക്കുന്നത്? നമ്മുടെ എനർജി കൂട്ടാൻ, അലേർട്ട്നെസ് കൂട്ടാൻ അതിനൊക്കെയുള്ള സ്റ്റിമുലൻസ് ഉപയോഗിക്കുന്നത്. അത് മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട്, അല്ലാതെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡ്രഗ് യൂസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്തായിരുന്നു? ഡിപ്രസൻസ്. അത് ആൻസൈറ്റി, ADHD പോലത്തെ രോഗങ്ങൾ കൊടുക്കുന്നു. പിന്നെ സ്റ്റിമുലൻസ്. പിന്നെ ലാസ്റ്റത്തെയാണ് ഹാലൂസിനോജൻസ്. ഹാലൂസിനേഷൻ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കാണും. കണ്ണിന് മുൻപിൽ പച്ച വളയൊക്കെ ചിലപ്പോൾ കണ്ടുകൊണ്ട് വരും, മാലാഖയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ചിലപ്പോൾ കാണും. ഹാലൂസിനേഷൻസ് ആണ് മൂന്നാമത്തെ ടൈപ്പ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്. അത് ഉദ്ദേശിച്ച് എന്തായിരിക്കും? നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ, ബ്രെയിനിന്റെ ആക്ടിവിറ്റി വീണ്ടും സ്ലോ ഡൗൺ. നമ്മുടെ റിയാലിറ്റിയിലൊന്നല്ല ജീവിക്കണം. നിങ്ങളുടെ മുൻപിൽ ഭക്ഷണം കൊണ്ടുവച്ച് തന്നാൽ ഭക്ഷണം നിങ്ങൾ കണ്ടോളണമെന്നില്ല. ചിലപ്പോൾ അതുപോലെ അതിൽ പ്രാണി കൊടുത്ത് കേട്ടിരിക്കുന്നത്. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, അഡിക്ഷൻ നമ്മുടെ മനസ്സിന്റെ പ്രശ്നമാണോ ശരീരത്തിന്റെ പ്രശ്നം? മനസ്സിന്റെ പ്രശ്നം ആണ്. മനസ്സിൽ തോന്നല്ലേ, കയ്യൊക്കെ തരിക്കും, കണ്ടടിച്ചില്ലെങ്കിൽ കൈ ധരിക്കും, ഫോണിങ്ങനെ സ്റ്റോപ്പ് ചെയ്തിരിക്കും, കൈ ധരിക്കും. എന്നാ മനസ്സിന്റെ പ്രശ്നമല്ല ശരീരത്തിന്റെ പ്രശ്നം. ശരീരത്തിന് പ്രശ്നം ഉണ്ടായിട്ടാണ് ആ മനസ്സിലേക്ക് പോകണം. ശരീരത്തിൽ ബേസിക്കലി ഈ ഡ്രഗ്സ് ഒക്കെ കഴിക്കും നമ്മുടെ ഉള്ളിലേക്കാണ് ചെല്ലുന്നത്. അപ്പൊ ഇത് ഫസ്റ്റ് പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിലാണ്. അത് ഞാനൊരു സാധനം കാണിച്ചു തരാം. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കും, അതിന്റെ ബേസിക് ബയോളജിയാണ്, അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഇതെന്ന് പറയുന്നത് ന്യൂറോണുകളാണ്. നമ്മുടെ ശരീരത്തില് ന്യൂറോൺ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ സെൽസും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമ്മള് കൈ കൊള്ളുമ്പോ വേദനിക്കും ഇല്ലേ? വേദനയുടെ സിഗ്നൽസിനെ നമ്മുടെ കയ്യിലാണ് കൊള്ളുന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് തലച്ചോറിലേക്ക് ആ സിഗ്നൽസിനെ എത്തിക്കുന്ന പണി ചെയ്യുന്ന ആൾക്കാരാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അപ്പൊ എനിക്ക് വേദനിച്ചു എന്ന് തലച്ചോറിനോട് പറയുന്ന ആൾക്കാരാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഡോപ്പമൈൻ, അസിറ്റോക്കോളിൻ ഒക്കെ ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്.
അപ്പൊ അവര് ഈ ന്യൂറോണുകളിലൂടെ ഇങ്ങനെ ഒരുപാട് ന്യൂറോൺസ്, ഒരു 14,000 ലക്ഷക്കണക്കിന് ന്യൂറോൺസ് നമ്മുടെ ശരീരത്തിൽ. ഈ ന്യൂറോൺസിലൂടെ ഒക്കെ എനിക്ക് വേദനിക്കുന്നു എന്നുള്ള സിമ്പല് തലച്ചോറിലേക്ക് എത്തിച്ചിട്ടാണ് നമുക്ക് വേദന എന്നുള്ളൊരു ഫീലിംഗ് തോന്നുന്നത്. അപ്പൊ ആ മെസ്സേജ് ചെന്നില്ലെങ്കിൽ നമുക്ക് വേദനിക്കില്ല. അപ്പൊ താൻ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യം പാസ് ചെയ്ത് പോയാലേ അവിടെ എത്തുള്ളൂ. അപ്പൊ തന്റെ അടുത്ത് എത്തിയിട്ട് ആ പാസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നത് കിട്ടുമോ? ഇല്ല. അതേമാതിരിയാണ് വേദന തലച്ചോറിലേക്ക് എത്തുന്നത്. അപ്പോ ഈ ന്യൂറോൺ എന്നുള്ള ഈ വേദനകൾ വരുന്നത് ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ കൂടെ ഒക്കെ പാസ് ചെയ്യുന്നത്. ഒരു വോൾട്ടേജ് ഉള്ള ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ടാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ സെൻസേഷൻസും പാസ് ചെയ്യുന്നത്. അപ്പൊ ആ സിഗ്നൽസ് ഇതൊരു ന്യൂറോണിന്റെ എൻഡും ഇതൊരു ന്യൂറോണിന്റെ തുടക്കമാണ്. ഈ ന്യൂറോണിന്റെ അറ്റത്തെത്തും. അപ്പൊ അറ്റത്തെത്തുമ്പോ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഇതാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഇത് അടുത്ത ന്യൂറോണിലേക്ക് കൊടുക്കുന്നു. അപ്പൊ കൊടുക്കുമ്പോ വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാരാണ് ഈ റിസെപ്റ്റേഴ്സ്, റിസീവ് ചെയ്യാൻ നിൽക്കുന്നവരാണ് റിസെപ്റ്റേഴ്സ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു പോയാൽ നമുക്ക് വേദന ഫീൽ. പക്ഷേ നമ്മള് വേദന മാറാൻ ഇതൊരു പെയിൻ കില്ലറോ എന്തെങ്കിലും മരുന്നോ കഴിച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് നേരെ വന്ന് ഈ റിസെപ്റ്ററുകൾ പോയിരിക്കും. അപ്പൊ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നൂറെണ്ണത്തിനെ കട്ടി കഴിഞ്ഞാൽ 50 കണക്കാം. ഓൾറെഡി 100 പണിയോട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ 100 വേണ്ട. അപ്പൊ ബ്രെയിൻ എന്ത് ചെയ്യും? ഈ ബ്രെയിൻ ഈ റിസെപ്റ്റേഴ്സിനെ 50 കുറയ്ക്കും. 50 കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക? പിന്നെ ഇത് കഴിക്കാത്തൊരു ദിവസം വരുമല്ലോ. കഴിക്കാത്തൊരു ദിവസം വരുമ്പോൾ എന്ത് സംഭവിക്കും? 100 വർക്ക് ചെയ്യുള്ളൂ. ഇപ്പൊ എത്ര ഉള്ളൂ? 50 ഉള്ളൂ. അപ്പൊ നമ്മുടെ ബോഡി നമ്മളോട് എന്ത് ചോദിക്കും? വീണ്ടും